മലയാളം ബിഗ് ബോസ് വീട്ടിൽ നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അഭിലാഷ്, രേണു ഇവരെല്ലാം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേണു പറയുന്നുണ്ട് എനിക്ക് തലവേദനയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ചേച്ചിക്ക് ശരിക്കും തലവേദനയുണ്ടോ? ഇതൊരു കള്ളത്തലവേദനയല്ലേ? നോമിനേഷൻ വന്നതുകൊണ്ടല്ലേ ഇപ്പോൾ ഒരു തലവേദനയൊക്കെ വന്നതെന്ന്. അതിനെ ശരത്ത് ഏറ്റുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രേണു സുധിയും അഭിലാഷും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. എനിക്ക് ശരിക്കും തലവേദന തന്നെ ഉണ്ട്, ഞാൻ അനീഷിനോട് പറഞ്ഞതാണ്, അനീഷ് ബിഗ് ബോസിനോട് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതൊരു കള്ളത്തലവേദനയാണ്, ഇതൊന്നും സമ്മതിക്കാൻ പറ്റില്ല, ചേച്ചിക്ക് ശരിക്കും തലവേദന ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും രേണു സുധിയും നമ്മുടെ അഭിലാഷും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു കച്ചറയാണ് നടന്നത് ബിഗ് ബോസ് വീട്ടിൽ. അതിൻ്റെ ഇടയിൽ രേണു സുധി നല്ല ഒച്ചയിലാണ് ഇതെല്ലാം പറയുന്നത്. ആ സമയത്ത് നമ്മുടെ അനുമോള് വന്നിട്ട് രേണു സുധിനോട് പറയുന്നുണ്ട് ചേച്ചിക്ക് തലവേദനയല്ലേ, പിന്നെയാണ് ഇങ്ങനെ ഒച്ചയിട്ട് വർത്താനം പറയുന്നത്, ചേച്ചി ഒന്ന് മിണ്ടാണ്ടിരിക്കുന്നു പറയുന്നുണ്ട്. ചേച്ചിക്ക് തലവേദനയാണെങ്കിൽ തലവേദനയുള്ളവരാണ് ഇങ്ങനെ ഒച്ചയിട്ട് വർത്താനം പറയുന്നതെന്ന് അനുമോളും അതേപോലെ തന്നെ സരിത ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രേണുസുധി അവിടെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അനീഷും നമ്മുടെ അഭിലാഷൊക്കെ തമ്മിൽ നല്ല രീതിയിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. ബിഗ് ബോസിനോട് ഞാൻ പറഞ്ഞതാണ്, ശരിക്കും രേണുസുധിക്ക് തലവേദന ഉണ്ടെന്ന് അനീഷ് വാദിക്കുന്നുണ്ട്. അഭിലാഷ് അതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ തുടക്കം തൊട്ടേ തന്നെ അടി തന്നെയാണ്.